രണ്ട് ഗൂഢാലോചനകൾ നടന്നിരുന്നു. ഒന്ന് ശബരിമലയിലെ വിശ്വാസം തകർക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ നടന്ന കാര്യങ്ങൾ, ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ആ കാലത്താണ് അവിശ്വാസികളെ മലകയറ്റാനും അവിടെ നവോത്ഥാനം പുലർന്നു എന്ന് പ്രഖ്യാപിക്കാനും ശബരിമലയെ തകർക്കാനുമുള്ള ഗൂഢമായ നീക്കം നടത്തിയത്. അത് CPM തന്നെ സമ്മതിക്കുകയും തെറ്റ് തിരുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. ഇതിലൊരു പ്രശ്നം, നമ്മളിപ്പോ കേരളത്തിൽ ഉയർന്നു വരുന്ന ഏത് വിഷയവും പ്രത്യേകിച്ചും സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തോടെ സമീപിച്ചാൽ നമുക്ക് പല വ്യാഖ്യാനങ്ങളും ചമയ്ക്കാൻ പറ്റും. അത്തരത്തിലുള്ള ചർച്ച സത്യത്തിൽ നമ്മുടെ സമൂഹത്തിന് ഗുണകരമാണോ എന്ന് ചിന്തിക്കണം. അതുകൊണ്ട് എന്താണ് നേട്ടമെന്ന് അദ്ദേഹം ഇവിടെ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ ഞാൻ ആ ഒരു നിലയിൽ എടുക്കുന്നില്ല. ശബരിമലയെ സംബന്ധിച്ച് CPM എന്തോ തെറ്റുപറ്റി സമ്മതിച്ചു എന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടില്ല. അതൊക്കെ ഊഹാപോഹങ്ങളാണ്. അദ്ദേഹം അത് ശരിക്കും വിശ്വസിച്ച് പറയുന്നതാണെങ്കിൽ അതൊരു തെറ്റിദ്ധാരണയാണ്. പിന്നെ ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചു എന്നൊന്നും പറയരുത്. ഒരു രാഷ്ട്രീയ ആരോപണം നിലയിൽ ആരെങ്കിലും പറയട്ടെ, പക്ഷെ ഉത്തരവാദിത്തമുള്ള മുതിർന്ന നേതാക്കന്മാർ അങ്ങനെ പറയാമോ? കേരളത്തിലെ അറിയപ്പെടുന്ന പ്രശസ്തമായ ഒരു ആരാധനാലയം തകർക്കാൻ ആരാണ് ശ്രമിക്കുക? നിങ്ങൾ ശബരിമലയുടെ തന്നെ ചരിത്രം ഒന്ന് നോക്കൂ. ശബരിമല ഇന്ന് കാണും വിധം ദേശീയ പ്രശസ്തമായ ഒരു ആരാധനാലയമായി മാറിയതെന്നാണ്. നമ്മൾ ആ ചരിത്രമൊന്നും മറക്കരുത്. 1967 ശബരിമല ക്ഷേത്രത്തിലെ ജീവനക്കാർക്ക്, ശാന്തിക്കാർക്കും ഒക്കെ ശമ്പളം മുടങ്ങിയ കാലം ഉണ്ടായിരുന്നു. ദേവസ്വം ജീവനക്കാർക്കൊക്കെ ശമ്പളം മുടങ്ങിപ്പോയ കാലം, അങ്ങനെ ഒരു കാലമുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. 67 നിലവിൽ വന്ന സഖാവ് PK ചന്ദ്രാനന്ദന്റെ നേതൃത്വത്തിലുള്ള ബോർഡാണ് ശബരിമലയെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേകമായ ഒരു ക്യാമ്പയിൻ നേതൃത്വം കൊടുത്തു. അതാണ് അയ്യപ്പ ജ്യോതി പ്രയാണം. അയ്യപ്പ ജ്യോതി പ്രയാണം, നിങ്ങൾ ആ ചരിത്രം മനസ്സിലാക്കണം. തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ആന്ധ്രയിലെയും എല്ലാം ഗ്രാമങ്ങളിലൂടെ അയ്യപ്പ ജ്യോതി ഒരു പ്രയാണം നടത്തി. ആ സംസ്ഥാനങ്ങളിലെ പത്രങ്ങളിൽ ശബരിമലയെക്കുറിച്ച് നിരന്തരം വാർത്തകൾ വന്നു. അവിടുത്തെ ജനങ്ങൾ, വിശ്വാസികൾ, ഭക്തർ ഇതിനെ ആദരപൂർവ്വം സ്വീകരിച്ചു. 1967 മുൻപ് ഏകദേശം 2 ലക്ഷമൊക്കെ ആയിരുന്നു അത്രേ ശബരിമലയിൽ വരുന്ന വിശ്വാസികളുടെ, ഭക്തരുടെ എണ്ണം. മുഖ്യമായും കേരളത്തിൽ നിന്ന് മാത്രമായിരുന്നു. എന്നാൽ 67 ഈ അയ്യപ്പ ജ്യോതി പ്രയാണത്തിലൂടെ കൈവന്ന പ്രചാരണമാണ്, പ്രശസ്തിയാണ് പിന്നീട് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വൻതോതിൽ ഭക്തജനങ്ങളെ ആകർഷിച്ചത്. ഇപ്പൊ ചില ദിവസങ്ങളിൽ 1 ലക്ഷത്തിനടുത്ത് വരെ ആളുകൾ വരുന്നു എന്നല്ലേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചു എന്നല്ല, ശബരിമലയെ ഈ കാണുന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത്, ശബരിമലയെ ദേശീയ പ്രശസ്തിയുള്ള ദേവാലയമാക്കി മാറ്റിയത് ഇടതുപക്ഷം നേതൃത്വം കൊടുക്കുന്ന ദേവസ്വം ബോർഡാണ്. സഖാവ് PK ചന്ദ്രാനന്ദന്റെ നേതൃത്വത്തിലാണ്. അയ്യപ്പ ജ്യോതി പ്രയാണത്തിന്റെ ചരിത്രമുണ്ട്. അപ്പൊ നമ്മൾ രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടി ചരിത്രത്തെ നമസ്കരിക്കാൻ പാടില്ല. ഹൈക്കോടതി എന്ത് അടിസ്ഥാനത്തിലാണ് ചോദിച്ചത്? ഞാൻ ജനങ്ങളുടെ പക്ഷത്താണ് ചോദിച്ചത്. ഹൈക്കോടതി എന്ത് അടിസ്ഥാനത്തിലാണ് ചോദിച്ചത്? ഞാൻ ചോദിക്കട്ടെ, കടകംപള്ളി സുരേന്ദ്രനെ ഒന്ന് ചോദ്യം ചെയ്യാൻ ഈ സർക്കാർ എന്തുകൊണ്ട്, അന്വേഷണ സംഘം എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? ദേവസ്വം വിജിലൻസ് നേരത്തെ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. നേരത്തെ കണ്ടെത്തി ദേവസ്വം ബോർഡിന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് ഈ പോറ്റിയെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ എനിക്ക് വലിയ വിയോജിപ്പുള്ള മറ്റൊരു കാര്യം, ഇവിടെ മുൻ ദേവസ്വം മന്ത്രിയുടെ കാര്യം പറഞ്ഞു. കടകംപള്ളിയിലേക്ക് എന്തുകൊണ്ട് എത്തുന്നില്ല അദ്ദേഹം ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന്റെ പിന്നിൽ രാഷ്ട്രീയ താല്പര്യം മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ ആരെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം എന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹത്തിനെതിരെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഒരു ആരോപണം ഉന്നയിച്ചു. അദ്ദേഹം അത് കോടതിയിൽ ചോദ്യം ചെയ്തു, മാനനഷ്ട കേസ് കൊടുത്തു. മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഞാനത് കോടതിയിൽ പറഞ്ഞുകൊള്ളാം എന്നാണ് പറയുന്നത്. അതൊരു നല്ല മറുപടിയാണ്. പക്ഷെ അദ്ദേഹം കോടതിയിൽ പറയുന്നില്ല. ഒരു തുണ്ടു കടലാസ് പോലും കോടതിയിൽ കൊടുത്തിട്ടില്ല കടകംപള്ളിക്കെതിരെ. കോടതി ഇപ്പൊ കേസ് അടുത്ത 5-ാം തീയതിയിലേക്ക് നീട്ടിവെച്ചിരിക്കുകയാണ്. എത്ര അവധി കഴിഞ്ഞു? ഒരു വാക്കുകൊണ്ടുപോലും തെളിവ് കൊടുക്കുന്നില്ല. ഒരു തുണ്ടു കടലാസില്ല, ഒന്നുമില്ല. പുറത്ത് ചോദിക്കുമ്പോൾ പറയാണ് ഞാൻ കോടതിയിൽ പറഞ്ഞോളാം എന്ന് പറയാണ്. ഇങ്ങനെയൊക്കെയാണോ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത്, പ്രശ്നങ്ങളെ സമീപിക്കേണ്ടത് എന്നതാണ്. അന്വേഷണം ശരിയായ പാതയിൽ മുൻപോട്ട് പോകുന്നു. നിയമസഭയിൽ SIT എതിർത്തവർക്ക് പോലും ഇപ്പോൾ അത് സ്വീകാര്യമായി മാറി. ഹൈക്കോടതിയുടെ മേൽനോട്ടമുണ്ട്, നിരീക്ഷണമുണ്ട്. അത് അതിൻ്റെതായ വഴിയിൽ പോട്ടെ. ആരൊക്കെയാണോ കുറ്റം ചെയ്തിട്ടുള്ളത് അവരൊക്കെ ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി നിയമ നടപടികളെ നേരിടട്ടെ. അങ്ങനെയല്ലേ നമ്മളെല്ലാവരും പറയേണ്ടത്? നമുക്കിഷ്ടമില്ല എന്നുള്ളതുകൊണ്ട് ഒരാളെ പിടിച്ചകത്തിടണമെന്ന് പറയാൻ പാടുണ്ടോ? ദേവസ്വം ബോർഡിന്റെയോ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെയോ ദൈനംദിന കാര്യങ്ങൾ മുഴുവൻ മന്ത്രി ഇടപെട്ട് നടത്തുന്നതാണോ? ഇതൊന്നും പറയുന്നത് ശരിയായ ഒരു സമീപനമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. നമുക്കിഷ്ടമില്ലാത്തവരെ കുറിച്ച് ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുക എന്നതുപോലും ശരിയായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമല്ല. ഹൈക്കോടതിയുടെ പരാമർശത്തെ കുറിച്ച് പറഞ്ഞു. ഹൈക്കോടതി 2-അംഗ ബെഞ്ചാണ് ഈ SITയുടെ അന്വേഷണത്തെ നിരീക്ഷിക്കുന്നത്. എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും സീൽഡ് കവറിൽ അന്വേഷണ പുരോഗതി കോടതിയിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കോടതി ഇന്നുവരെ അന്വേഷണത്തെക്കുറിച്ച് ഒരു അതൃപ്തിയും രേഖപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം ഇവിടെ പറഞ്ഞത് മറ്റൊരു ബെഞ്ചാണ്. അത് ജാമ്യാപേക്ഷ പരിഗണിച്ച സിംഗിൾ ബെഞ്ചിന്റെ പരാമർശമാണ്. കോടതിയുടെ കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ഒരു കടന്ന് ഒന്നും പറയുന്നില്ല. സിംഗിൾ ബെഞ്ചിന്റെ സത്യത്തിലുള്ള പരാമർശം ഡിവിഷൻ ബെഞ്ചിനെതിരെയാണോ എന്നൊക്കെ നിയമവിദഗ്ധർ തന്നെ ആശങ്കപ്പെടുന്നുണ്ട്. അത് മറ്റൊരു പ്രശ്നമാണ്. ഞാൻ പറയുന്നത് SITയുടെ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരർത്ഥത്തിൽ, അല്ലെങ്കിൽ അതിനെ നിരീക്ഷിക്കുന്ന, 2 ആഴ്ച കൂടുമ്പോൾ കൃത്യമായ റിപ്പോർട്ട് പരിശോധിക്കുന്ന ഹൈക്കോടതി 2-അംഗ ബെഞ്ച്
ഇതുവരെ അന്വേഷണത്തെ സംബന്ധിച്ച് ഒരു അതൃപ്തിയും രേഖപ്പെടുത്തിയിട്ടില്ല. പ്രതിപക്ഷത്തിന്റെ കൂടി പിന്തുണ ഇപ്പോ ഈ അന്വേഷണം, പിന്തുണ എന്ന വാക്ക് വേണമെങ്കിൽ നമുക്ക് മാറ്റാം, സ്വീകാര്യത ഈ അന്വേഷണത്തിന് വന്നിട്ടുണ്ട്. പിന്നെ പോറ്റിയെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു. പോറ്റി ശബരിമലയിൽ വരുന്നത് 2004-ലല്ലേ? ഇതിന്റെ ഒക്കെ രാഷ്ട്രീയ ബന്ധത്തിലേക്ക് ഞാൻ പോകാത്തത് എനിക്ക് പറയാൻ അറിയാത്തതുകൊണ്ടല്ല, നമ്മൾ അങ്ങനെയൊക്കെ പോയി പറഞ്ഞ് ചെറുതാവണോ എന്നുകൊണ്ടാണ്. ഇപ്പോ ഇവരൊക്കെ പറയുന്നത് പോറ്റിയുമായിട്ടുള്ള ബന്ധം എന്നൊക്കെയാണ്. പോറ്റിയുമായിട്ട് UPA അധ്യക്ഷയുടെ കയ്യിൽ ചരടാണോ സ്വർണ്ണം, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, പോട്ടെ. പലതവണ സന്ദർശിക്കാനും ഒക്കെ എടുത്ത അത് വെച്ച് ഏതൊക്കെ രാഷ്ട്രീയ ആരോപണങ്ങളിലേക്ക് എനിക്ക് വേണമെങ്കിൽ പോവാം. ഞാൻ പറയുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആരോപണങ്ങൾ ചരിത്രത്തിൽ ആരോപണം മാത്രമാണ്. അന്വേഷണ സംഘം ശരിയായ ദിശയിൽ പോകുന്നു, കോടതി നിരീക്ഷിക്കുന്നു, പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ആ നടപടികളിലേക്ക് മുൻപോട്ട് പോട്ടെ. അതിനെന്തിനാണ് നമ്മൾ തടസ്സം സൃഷ്ടിക്കുന്നത്? LDF ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന സമയത്ത് മുൻപ് ഇത്തരത്തിലുള്ള സംഭവം സമാനമൊന്നുമല്ല, പക്ഷെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ മോഷണം ഉണ്ടായില്ലേ? പ്രതിയെ പിടിച്ചില്ലേ? പ്രതിയുടെ രാഷ്ട്രീയം ഞാനിവിടെ പറയാത്തത് ബോധപൂർവമാണ്. അങ്ങനെ രാഷ്ട്രീയം പറഞ്ഞിട്ട് മേനി നടിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്നുള്ളതുകൊണ്ടാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാല മോഷണം പോയില്ലേ? അന്ന് UDF ഭരണമായിരുന്നില്ലേ? അപ്പൊ പിടിക്കാൻ സാധിച്ചോ? ഇതൊക്കെ ഇങ്ങനെ ആരോപണം ഉന്നയിക്കാൻ തുടങ്ങിയാൽ ആരുന്നയിക്കുന്നതിനേക്കാൾ നല്ല കനമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയും. പക്ഷെ നമ്മൾ കാണേണ്ടത് ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികൾ ഏറെ പ്രധാനമായി കരുതുന്ന ഒരു ആരാധനാലയത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വിഷയം വന്നിരിക്കുന്നു. ഇപ്പോൾ കുറ്റമറ്റ അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണം മുൻപോട്ട് പോകട്ടെ. ഇതിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചാൽ വ്യക്തമായിട്ടും കേന്ദ്ര ഇടപെടൽ ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ED ആണെങ്കിലും CBI ആണെങ്കിലും അവരുടെ കൺവിക്ഷൻ റേറ്റും അവരുടെ ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡും പരിശോധിച്ചാൽ അങ്ങേക്കും എനിക്കും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്ന ആളുകൾക്കും അത് കേരള പോലീസിന് മുകളിലാണ് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ ആർക്കും സാധിക്കില്ല. കേരള പോലീസിന്റെ കൺവിക്ഷൻ റേറ്റും അന്വേഷണ മികവുമല്ല ഈ ഏജൻസികളുടെ ഒക്കെ മുകളിൽ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ പറയട്ടെ, ഇതിൽ ഏതെങ്കിലും ഒരു ഏജൻസിയെ ഭയപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസി വന്നാൽ ആകാശം ഇടിഞ്ഞു വീഴുന്ന ഒന്നുമുള്ള ഭയം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്. ഇപ്പോ ഏതെങ്കിലും തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇടതുപക്ഷ ബന്ധമുള്ളവരുടെ കാര്യമല്ലേ പറയുന്നത്? കോൺഗ്രസ് ബന്ധമുള്ളവരുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്യാത്തത്. രാഷ്ട്രീയ ബന്ധമാണ് ചർച്ച ചെയ്യുന്നെങ്കിൽ എല്ലാ ബന്ധവും ചർച്ച ചെയ്യണ്ടേ? ഏതെങ്കിലും ഒരാൾ തെറ്റായ ഒരു കാര്യം ചെയ്താൽ രാഷ്ട്രീയ ബന്ധത്തിന്റെ പേരിൽ സംരക്ഷിക്കപ്പെടില്ല, അവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. നിരപരാധികൾ ശിക്ഷിക്കപ്പെടാനും പാടില്ല. അപരാധിയോ നിരപരാധിയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനോ അങ്ങോ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവരോ അല്ല. അത് നിയമ സംവിധാനങ്ങൾക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. നമ്മുടെ നാട് ഇത്തരത്തിലുള്ള കളവുകൾക്കെതിരെ ശരിയായ നിലയിൽ മുൻപോട്ട് പോട്ടെ എന്ന്. അതിനിടയിൽ രാഷ്ട്രീയ കലക്കൊള്ള ഉണ്ടാക്കി മീൻ പിടിക്കാൻ വരുന്നത് ശരിയായൊരു താല്പര്യമല്ല. പക്ഷെ എന്താണ് ഈ നീതിപൂർവം എന്ന് പറയുന്ന ഈ SIT എന്തുകൊണ്ട് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു? എന്തുകൊണ്ട് വാസുവിനെ അറസ്റ്റ് ചെയ്തു? എന്തുകൊണ്ട് ശങ്കർദാസിലേക്കും എന്തുകൊണ്ട് കടകംപള്ളിയിലേക്കും ഏറ്റവും ചുരുങ്ങിയത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പ്രശാന്ത്, അദ്ദേഹമാണല്ലോ ഇത് എടുത്തു കൊടുത്തത്, വീണ്ടും ഇതെടുത്തു കൊടുത്തത്. എല്ലാം അറിഞ്ഞിട്ടും പോറ്റിക്ക് വീണ്ടും ഇതെടുത്തു കൊടുത്തില്ലേ? എന്തുകൊണ്ട് N പ്രശാന്തിന്റെ അടുത്തേക്ക് അന്വേഷണം എത്തിയില്ല? അതുകൊണ്ട് ഈ അന്വേഷണം സമഗ്രമായി നടന്നാൽ CPM-ന് നല്ല പരിക്ക് പറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ പറഞ്ഞല്ലോ CPM-ന് പരിക്ക് പറ്റുമെന്ന്. ഞങ്ങളുടെ നഖത്തിന് പോലും ഒരു പോർലേൽക്കില്ല. എന്തുകൊണ്ടാണ്? ഈ അന്വേഷണം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഏറ്റവും കുറ്റമറ്റ നിലയിൽ മുൻപോട്ട് പോവുകയാണ്. ഒന്നും ഒളിപ്പിക്കാനില്ല, ആരെയും സംരക്ഷിക്കുകയുമില്ല. ഞങ്ങൾ അതിൽ രാഷ്ട്രീയമല്ല കാണുന്നത്. എനിക്കിപ്പോഴും BJP-യുടെ നേതാവിനോടുള്ള ഒരു വിയോജിപ്പ് എന്താണെന്നറിയോ? അദ്ദേഹം ഇതിൽ രാഷ്ട്രീയ ബന്ധം പറയുന്നുണ്ട് പ്രതികളുടെ. പക്ഷെ നോക്കൂ, അദ്ദേഹം ബൈജുവിന്റെ രാഷ്ട്രീയ ബന്ധം പറയുന്നില്ല, മുരാരി ബാബുവിന്റെ രാഷ്ട്രീയ ബന്ധം പറയുന്നില്ല, ജയശ്രീയുടെ രാഷ്ട്രീയ ബന്ധം പറയുന്നില്ല, ശ്രീകുമാറിന്റെ പറയുന്നില്ല. നമ്മുടെ ഒരു മുൻ ദേവസ്വം മന്ത്രിയുടെ സഹോദരൻ ഇപ്പോ പെൻഷൻ വാങ്ങാതെ വീട്ടിലിരിക്കുകയാണ്. ആ അഴിമതിയെ കുറിച്ച് പറയുന്നില്ല. അപ്പോ ഞാൻ ഇതൊന്നും പറഞ്ഞിട്ട് രാഷ്ട്രീയ ബന്ധം സമർത്ഥിക്കാത്ത എന്തുകൊണ്ടാണ്? നാം ഈ ആളുകളുടെ രാഷ്ട്രീയ ബന്ധമല്ല, ഈ ആളുകളെല്ലാം ഇപ്പൊ പ്രതികളായിരിക്കുന്നു. കോടതി തീരുമാനിക്കട്ടെ, കോടതിയുടെ തീർപ്പിലേക്ക് നമുക്ക് വിടാം. ഹൈക്കോടതി എന്ന് വീണ്ടും അദ്ദേഹം പറയുന്നു. പക്ഷെ 2 അംഗ ബെഞ്ചാണ് ഇത് നിരീക്ഷിക്കുന്നത്. ആ ബെഞ്ച് ഒരു അതൃപ്തിയും ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ മറ്റു ചില ആരോപണങ്ങൾ അദ്ദേഹം പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇനി ചർച്ച ആകെ 5 മിനിറ്റാണെന്ന് തോന്നുന്നു. ഞാൻ കാരശ്ശേരി കാരണം ഇതിനെ കാലിക പ്രസക്തമായ ഒരു വിഷയത്തിൽ നിങ്ങളെ പോലുള്ള ആൾക്കാർ പങ്കെടുക്കുമ്പോൾ ജനങ്ങൾക്ക് ഇത് കാണാൻ താല്പര്യമുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഒരല്പം കൂടെ നമുക്ക് നീട്ടാവുന്നേ ഉള്ളൂ. സ്വരാജ് പറഞ്ഞോളൂ. എനിക്കറിഞ്ഞൂടാ. ഞാനൊന്ന് ഒരു വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ പറഞ്ഞു, ഞാൻ വീണ്ടും ചോദിക്കുന്നു, എന്തിനാണ് പ്രശാന്തിന്റെ പേര് ഇതിലേക്ക് പരാമർശിക്കുന്നത്? കാരണം പ്രശാന്തിന്റെ പേരിൽ നിങ്ങൾക്ക് രാഷ്ട്രീയമായ വിയോജിപ്പുണ്ടാവാം, പക്ഷെ എന്തെങ്കിലും തെളിവുണ്ടോ? എന്തുകൊണ്ടാണ് SIT അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തത്? അദ്ദേഹത്തെ ഇതുമായി ബന്ധപ്പെടുത്താൻ ഒന്നുമില്ല എന്നതുകൊണ്ടല്ലേ? സത്യസന്ധരായ ആളുകളെ ഇത്തരത്തിലുള്ള ചർച്ചകളിൽ നമ്മൾ ഉദാരമായിട്ട് പേരുകൾ ഉപയോഗിക്കരുത്. കാരണം എനിക്കിപ്പോ ചർച്ചയിൽ പങ്കെടുക്കുന്ന BJP നേതാവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അത് എത്ര മോശമായിരിക്കും. അങ്ങനെ പരസ്പരം
നമുക്ക് രാഷ്ട്രീയ കാരണങ്ങളാൽ ഇഷ്ടമില്ലാത്ത ഒരാളെ അയാളെ അറസ്റ്റ് ചെയ്യണം, അയാളെ ചോദ്യം ചെയ്യണം എന്നൊക്കെ എങ്ങനെയാണ് നമ്മൾ പറയുക? അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണ സംഘമല്ല തീരുമാനിക്കേണ്ടത്. ആ അന്വേഷണ സംഘത്തെ തുടക്കത്തിൽ പ്രതിപക്ഷം എതിർത്തെങ്കിലും ഇപ്പൊ അവർ സ്വീകരിക്കല്ലേ? അന്വേഷണം നടക്കട്ടെ. അങ്ങ് ഇവിടെ ചൂണ്ടിക്കാണിച്ച ആളുകളൊക്കെ ഏതെങ്കിലും തരത്തിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടവരാണെങ്കിൽ അവർ ചോദ്യം ചെയ്യപ്പെടട്ടെ. ഞങ്ങൾ അവരെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞില്ലല്ലോ. പക്ഷെ അത് ഇപ്പോ ഭംഗിയായി ഒരു ഏജൻസി നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അവരെ അതിന് സമ്മതിക്കല്ലേ വേണ്ടത്? കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ ഹൈക്കോടതി പറയട്ടെ. നമ്മുടെ ആരുടെങ്കിലും നിയന്ത്രണത്തിലാണോ ഹൈക്കോടതി? നമ്മൾ ഇതിൽ വല്ലതും ഭയപ്പെടുന്നു? ഏത് ക്ഷേത്രത്തിലാവട്ടെ, അല്ലെങ്കിൽ കാരശ്ശേരി മാഷിയോട് പറഞ്ഞ പോലെ ഏത് ആരാധനാലയത്തിലാവട്ടെ, ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ, തട്ടിപ്പുകൾ, അഴിമതി എവിടെ നടന്നാലും അതിനെല്ലാം നമുക്ക് യോജിച്ചങ്ങ് എതിർത്താൽ പോരെ? അതേസമയം അതിനെ മറ്റു സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തരുത്. ഇപ്പൊ ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിന്റെ വരുമാനം അവിടെ കെട്ടിവെക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു ബാങ്കിൽ നിക്ഷേപിക്കേണ്ടി വരില്ലേ? അപ്പോ ക്ഷേത്രഭരണ സമിതി അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് എന്താ ചിന്തിക്കുക? കൂടുതൽ പലിശ കിട്ടുന്ന സുരക്ഷിതമായ സ്ഥലത്ത് നിക്ഷേപിക്കുക എന്നുള്ളതല്ലേ? ഇനി അതിൽ എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ അതൊക്കെ വ്യവസ്ഥാപിതമായി ചോദ്യം ചെയ്യട്ടെ എന്ന്. നമ്മൾ ആർക്കു വേണ്ടി വാദിക്കുന്നില്ലല്ലോ. നമ്മൾ വളരെ നിർഭയമായി ധീരമായി നിൽക്കുകയല്ലേ. ഞങ്ങൾ പറയുന്നു, ഈ കേസുമായി ബന്ധപ്പെട്ട് എല്ലാ വിശദാംശങ്ങളും നിയമത്തിന്റെ മുൻപാകെ പുറത്തു വരികയും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുകയും നിരപരാധികൾ വിട്ടയക്കപ്പെടുകയും ചെയ്യണം. ഇപ്പൊ ഹൈക്കോടതി തന്നെ ഈ അന്വേഷണത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് തോന്നുന്നു പ്രധാനമായും മാധ്യമങ്ങളോടാണ്, ഒരു സമാന്തര അന്വേഷണം പാടില്ല, സമാന്തര വിചാരണ പാടില്ല. മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും പ്രാധാന്യത്തെയും അംഗീകരിച്ചുകൊണ്ട് തന്നെ, എന്നാൽ ഇത്ര സെൻസിറ്റീവായ ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട മുൻകരുതലുകൾ, സ്വയം നിയന്ത്രണങ്ങൾ, അതിനെ സംബന്ധിച്ച് വിശദമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം ഗൗരവതരമായ ഒരു മാനത്തിൽ കോടതി തന്നെ ഇതിനെ കാണുന്നുണ്ട്. ഒരു ഭാഗം ഞാനത് എല്ലാവരെയും ഓർമ്മപ്പെടുത്തി. മാധ്യമങ്ങളോടാണ് അത് പറയുന്നതെങ്കിലും എല്ലാവർക്കും അത് ബാധകമാണ്, പൊതുവായി ബാധകമാണ്. കാരണം ഇപ്പോ ജനങ്ങൾക്കിതാവ് സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തിയത്, ആ ഫോട്ടോ ഫേക്കാന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ കേരളത്തിലിപ്പോ ഇവിടുത്തെ ഒരു സാധാരണ ഒരു MLA-ക്കോ MP-ക്കോ തന്നെ അവരെ കാണുക എന്നുള്ളത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യം. അവർക്ക് നേരം ഉണ്ടാവില്ല, പിന്നെ അവർക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? ഇതുപോലെ സംസ്ഥാന മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ ഇദ്ദേഹമുണ്ട്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്. അപ്പൊ അവിടെ ഒരു താക്കോൽ ദാനത്തിന് ആ താക്കോല് മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് കൊടുക്കാൻ ഈ പോറ്റി എങ്ങനെ എത്തി? കാരശ്ശേരി മാഷിലെ രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. എനിക്ക് ഏറെ ബഹുമാനമുള്ള ആളാണ് കാരശ്ശേരി മാഷ്, എന്നാൽ രാഷ്ട്രീയമായ ചില വിയോജിപ്പുകളുണ്ട് താനും. ഇക്കാര്യത്തിൽ എനിക്ക് മാഷോടുള്ള വിയോജിപ്പ്, രണ്ട് വിഷയങ്ങളെ മാഷ് ഒരേപോലെ കണ്ടു. അത് അന്യായമായി പോയി. എന്തുകൊണ്ടെന്നാൽ, ഒന്ന് സോണിയാഗാന്ധിയെ കണ്ട കാര്യം, അത് ജൻപഥിലെത്തി കാണുകയാണ്, ഒന്നിലധികം തവണ കാണുകയാണ്. സാധാരണ നിലയിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് പോലും അങ്ങനെ അപ്പോയിന്റ്മെന്റ് കിട്ടുക എളുപ്പമല്ല, അതെല്ലാവർക്കും അറിയാം. കേരളത്തിലെ മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവിന് അപ്പോയിന്റ്മെന്റ് കിട്ടാത്തതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്ക് കാലം സാക്ഷിയുമാണ്. അവിടെ ചെന്ന് ഉപഹാരങ്ങൾ കൊടുക്കുന്നു, കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കുന്നു, ഇതൊക്കെ നമ്മൾ കാണുന്നു. അത് ചോദിക്കുമ്പോൾ ശ്രീ അടൂർ പ്രകാശ് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹത്തിനുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് ഇദ്ദേഹം, അതുമായി ബന്ധപ്പെട്ട് പരിപാടിയിൽ പങ്കെടുത്തു എന്നൊക്കെയാണ്. എന്ത് സാമൂഹ്യ പ്രവർത്തനാണെന്ന് ചോദിച്ചപ്പോൾ ദേഷ്യപ്പെട്ടു മാധ്യമ പ്രവർത്തകരോട്. ഇതുവരെ പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്, ശരി. അതിന്റെ ചേർത്ത് വെച്ച് പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രിയുടെ വീട്ടിലോ ക്ലിഫ് ഹൗസിലോ ഓഫീസിലോ എവിടെയെങ്കിലും പോയിട്ട് നമുക്കൊരു ആരോപണം ഉന്നയിക്കാൻ കഴിയും വിധം മുഖ്യമന്ത്രിയെ കാണുകയാണോ ഈ പ്രതി ചെയ്തിട്ടുള്ളത്? അല്ല. പ്രതി പങ്കെടുത്തു എന്ന് പറയുന്നത് ഒരു പൊതു ഇടത്തുള്ള ഒരു പരിപാടിയാണ്. ആ പരിപാടിയിൽ മുഖ്യമന്ത്രി അധികാരത്തിലേറിയ സമയത്ത് വിശേഷിപ്പിച്ച ഒരു അവതാരത്തിന്റെ റോളിലാണോ പങ്കെടുത്തത്? മുഖ്യമന്ത്രിയുടെ ഒരു ശിങ്കിടി, ഒരു സിൽബന്തി ആയിട്ടാണോ പങ്കെടുത്തത്? അല്ല. അത് ഒരു ആംബുലൻസ് പോലീസ് സേനയ്ക്ക് ഒരു ജ്വല്ലറി ഗ്രൂപ്പ്, ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, സംഭാവന കൊടുക്കുകയാണ്. ആ ജ്വല്ലറി ഗ്രൂപ്പിന്റെ ശിങ്കിടിയായിട്ടോ കയ്യാളായിട്ടോ മറ്റോ ആണ് അദ്ദേഹം അവിടെ വന്നിട്ടുള്ളത്. അതിന് നമ്മൾ എങ്ങനെ മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കും? പോലീസ് സേനയുടെ കൂടി മന്ത്രി എന്ന നിലയിൽ ഇങ്ങനെ ഒരു കാര്യം, ഒരു വ്യവസായ ഗ്രൂപ്പ് പോലീസ് സേനയ്ക്ക് ആംബുലൻസ് കൊടുക്കുമ്പോൾ ആ ചടങ്ങിൽ പങ്കെടുത്തതിന്റെ പേരിൽ മുഖ്യമന്ത്രിയെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ? ആ വീഡിയോ ദൃശ്യം ഞാൻ കണ്ടു. അതിൽ ഈ മുഖ്യമന്ത്രിയും പ്രതിയും മുഖാമുഖം കാണുമ്പോൾ ഒരു പരിചയം പോലും മുഖ്യമന്ത്രിയുടെ മുഖത്തില്ല, ഒരു വാക്കുപോലും മുഖ്യമന്ത്രി പറയുന്നില്ല. അദ്ദേഹം പ്രതി തൊഴുതു, മുഖ്യമന്ത്രിയും തൊഴുതുപോയി. അദ്ദേഹം ആര് തൊഴുതാലും തിരിച്ചു തൊഴില്ല, നമ്മളൊക്കെ ചെയ്യില്ലേ? ഒരു വാക്കു പറഞ്ഞോ, ഒന്ന് ചിരിച്ചോ? ഒരു ബന്ധവും ഇല്ലാത്തയാളാണെന്നുള്ളത് ആ വീഡിയോ ദൃശ്യം മാത്രം കണ്ടാൽ മതി. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാര്യത്തെയാണ് നമ്മൾ താരതമ്യം ചെയ്യുന്നത്. പിന്നെ ശ്രീ അടൂർ പ്രകാശ് ഉന്നയിച്ചതിലെ ഒരു പ്രശ്നം, അത് വസ്തുതാവിരുദ്ധമാണ്. ഞാൻ കളവെന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കുന്നില്ല, പക്ഷെ വസ്തുതാവിരുദ്ധമാണ്. അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി കണ്ടു കഴിഞ്ഞാണ് UP അധ്യക്ഷ കണ്ടത് എന്നാണ് പറഞ്ഞത്. തെറ്റാണ്. മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടി സ്റ്റേറ്റ് പോലീസ് ചീഫ് പങ്കെടുക്കുന്നുണ്ട്. സ്റ്റേറ്റ് പോലീസ് ചീഫ് ആ ചുമതലയെടുത്ത് 2025 ജൂലൈ മാസം 1-ാം തീയതി അല്ലേ? ഇദ്ദേഹം കണ്ടത് എത്ര കാലം മുമ്പാണ്? പിന്നെ ഇദ്ദേഹം എങ്ങനെ ശബരിമലയിൽ വന്നു, ഈ പ്രതി വന്നു എന്ന് മാഷ് ചോദിച്ചു. 2004 വന്നത് മാഷെ.
2004 അങ്ങനെ വന്ന് അവിടെ തമ്പടിക്കാൻ പറ്റിയ സാഹചര്യം എന്ത് എന്നത് ഉൾപ്പെടെ അന്വേഷിക്കട്ടെ. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ 2004 ആരാണ് ഭരിച്ചത്, ആരാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നല്ല രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കാം. ഞാൻ അതിന് മുതിരുന്നില്ല. അതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായി വരട്ടെ. പിന്നെ പരിപൂർണ കമ്മീഷൻ മുൻപ് കൊടുത്ത റിപ്പോർട്ട് ഈ സമയത്തൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. ശബരിമലയിലെ ക്രമക്കേടുകളെ കുറിച്ച്, കൊള്ളരുതായ്മകളെ കുറിച്ച് ആ റിപ്പോർട്ടിൽ എന്തൊക്കെയാണുള്ളത്? ആ റിപ്പോർട്ടിലെ ഒരു വാക്ക് പകൽ കൊള്ള എന്നാണ്. പകൽ കൊള്ള. ശർക്കര ഇടപാടിനെ കുറിച്ച് കൃത്യമായി എടുത്തു പറയുന്നുണ്ട്. ആരായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്? കോൺഗ്രസിന്റെ സമുന്നതനായിരുന്ന നേതാവ് ആയിരുന്ന ഭൂതകാലത്തിലാണ് പറയുന്നത്. രാമൻ നായരായിരുന്നില്ലേ? എത്ര ഇടത്താണ് ആ പേര് പരാമർശിക്കുന്നത്? പകൽ കൊള്ള എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. തീർച്ചയായും ഈ അന്വേഷണത്തിന് അതൊക്കെ അന്വേഷണത്തിനിടയിൽ പരിശോധനാ വിധേയമാകും എന്ന് ഞാൻ കരുതുകയാണ്. ആ പരിശോധന ശക്തമായി നടക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. പരിശോധന നടക്കരുതെന്നോ പ്രതികളെ ആരെയും തുടരുതെന്നോ അല്ല എന്റെ വാദം. എല്ലാം സൂക്ഷ്മമായി നടക്കട്ടെ. നമുക്ക് കിട്ടിയ എന്തെങ്കിലും ഒരു കാര്യം വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഊഹം വെച്ചിട്ടോ നമ്മളിപ്പോ ശിക്ഷ വിധിക്കാൻ പുറപ്പെടുന്നത് ഒരു നല്ല കാര്യമല്ല എന്ന് എനിക്ക് തോന്നി. അത്ര മാത്രമേ ഉള്ളൂ. ഈ അന്വേഷണം ആരാണ് തീരുമാനിച്ചത്? ആര് പ്രഖ്യാപിച്ചു? മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതാണോ? പറയൂ സ്വരാജ്. ഓക്കെ, എന്നോട് പറഞ്ഞു. ഞാനിത് അദ്ദേഹമായിട്ട് ഏതെങ്കിലും തർക്കം കൂടാൻ വേണ്ടിയല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടതാണ് ഇങ്ങനെ ഒരു അന്വേഷണം. അതെന്തിനാ നമ്മൾ മറച്ചു വെക്കുന്നത്? ദേവസ്വം ബോർഡിനെ നിങ്ങൾ സർക്കാരിന്റെ ഭാഗമായി പരാമർശിക്കുന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടതാണ് ഈ അന്വേഷണം. തെറ്റാണ്. ദേവസ്വത്തിന്റെ ചുമതലയുള്ള നീതിപീഠം പറഞ്ഞതാണ്. സ്വരാജ്, ഒരു ഒറ്റ കാര്യം പറഞ്ഞോളൂ. അല്ല, ദേവസ്വം ബോർഡ് പറഞ്ഞതല്ല, പ്രശാന്ത് പറഞ്ഞതല്ല. പറഞ്ഞോളൂ. ദേവസ്വത്തിന്റെ കാര്യം നോക്കുന്ന ജഡ്ജി പറഞ്ഞതാണ്. അല്ലല്ല ഞാൻ അങ്ങോട്ട് വിയോജിക്കുന്നു. വിധി പുറപ്പെടുവിക്കുക കോടതി തന്നെയാണല്ലോ, ദേവസ്വം ബോർഡിന് കഴിയില്ല. ദേവസ്വം ബോർഡ് ഈ അന്വേഷണം, സമഗ്രമായ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അടിയുറപ്പിച്ചു പറയുന്നു. നമ്മൾ അതിൽ തർക്കം കൂടണ്ട. മറ്റേ വാർത്ത കേൾക്കുന്ന ആളുകൾ, ചർച്ച കാണുന്ന ആളുകൾ പരിശോധിക്കട്ടെ, നമുക്കും പരിശോധിക്കാമല്ലോ. ശ്രീ പത്മകുമാർ അല്ലെങ്കിൽ ശ്രീ വാസു തുടങ്ങിയുള്ള ആളുകളെ എന്തുകൊണ്ടാണ് അവരുടെ പാർട്ടി CPM സസ്പെൻഡ് ചെയ്യാത്തത് എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ് ജനങ്ങളെ സംബന്ധിച്ച്. നടപടിയുടെ കാര്യമാണ്. എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഞാൻ ഒരിക്കലും പുച്ഛിച്ച് തള്ളുന്നില്ല, ഞാൻ അത് ഗൗരവമായി തന്നെ എടുക്കുന്നു. അതിൽ ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് പാർട്ടി സെക്രട്ടറി തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഞാൻ ഒന്നുകൂടി ഇവിടെ പറയാം. ഇപ്പോ ഈ രണ്ടുപേരെ സംബന്ധിച്ച് എനിക്കതിലും കാരശ്ശേരി മാഷോടുള്ളൊരു ചെറിയ വിയോജിപ്പ്. ഈ രണ്ടുപേരുടെ രാഷ്ട്രീയ ബന്ധം മാത്രമേ മാഷും കാണുന്നുള്ളൂ. അതിനപ്പുറത്തുള്ള രാഷ്ട്രീയ ബന്ധമോ നടപടിയോ മാഷും പറയുന്നില്ല. പറയുമ്പോൾ അതുകൂടി പറഞ്ഞിരുന്നെങ്കിൽ മാഷയുടെ നിലപാട് കുറെ കൂടി തിളക്കമുള്ളതാകുമായിരുന്നു. ഞങ്ങളുടെ പാർട്ടിയുമായി ബന്ധമുള്ള ഈ രണ്ടുപേരുടെ പേരിൽ ഇപ്പോ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം എന്താണ് എന്നത് പോലും ഇപ്പോ വ്യക്തതയില്ല. അത് കുറ്റപത്രം സമർപ്പിക്കുമ്പോഴാണ് വ്യക്തത വരിക. അവർ ഭരണപരമായ വീഴ്ച വരുത്തി എന്നതാണോ, അവർക്ക് നേരിട്ട് തട്ടിപ്പിൽ ബന്ധമുണ്ട് എന്നതാണോ, ബോധപൂർവം തട്ടിപ്പിന് കൂട്ടുനിന്നു എന്നാണോ, യാദൃച്ഛികമായി അവരുടെ വീഴ്ച തട്ടിപ്പിന് ഇടയായി എന്നാണോ, ഇനി തട്ടിപ്പിന് നേതൃത്വം കൊടുത്തു എന്നാണോ? ഇതൊന്നും അറിയില്ലല്ലോ മാഷെ, നമുക്ക് ആർക്കും അറിയില്ല. അപ്പൊ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അതിലൊരു വ്യക്തതയുണ്ടാവും. ചാർജ് എന്താണ്? അത് ഒരു നെഗ്ലിജൻസ് ആണോ, അതോ കുറ്റത്തിന് കൂട്ടുനിന്നതാണോ, കുറ്റത്തിന് നേതൃത്വം കൊടുത്താണോ? വരട്ടെ. അത് വന്നു കഴിഞ്ഞാൽ ആവശ്യമായ നിലപാടുകളിലേക്കും തീരുമാനങ്ങളിലേക്കും പാർട്ടി പോകും. അതിൽ ഒരു സംശയവും വേണ്ട. അതോടൊപ്പം തന്നെ ബഹുമാന്യനായ BJPയുടെ നേതാവ്, അത് ഈ എന്തൊക്കെ വിഷയങ്ങളാണ് നമ്മുടെ ചർച്ചയിൽ വരുന്നത്? SKN CPM-നെ ശരിക്കറിയുന്ന ആൾക്കാർ, അവരുടെ നടപടികൾ പലതും അറിയുന്ന ആൾക്കാർ. നമുക്ക് ഓർമ്മയില്ലേ TP കേസ് നടക്കുമ്പോൾ? TP കേസിലെ രണ്ട് പ്രാദേശികമായിട്ടുള്ള ജില്ലാ തലത്തിലുള്ള രണ്ട് നേതാക്കളിലേക്ക്, ഞാൻ പേരുകൾ പറയുന്നില്ല, അന്വേഷണം എത്തിയപ്പോൾ പാനൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് റെയ്ഡ് ചെയ്യാൻ അന്വേഷണ സംഘം പോയപ്പോൾ എന്താണെന്ന് SKN അടക്കം നമ്മളാരും ഒന്നും മറന്നുപോയിട്ടുള്ളവരല്ലോ. ശ്രീ ചന്ദ്രശേഖരൻ കേസിന്റെ കാര്യം പറഞ്ഞു. ആ കേസിൽ എത്ര പേരെയാണ് പ്രതി ചേർത്തത്? ഞങ്ങളുടെ ജില്ലാ നേതാക്കന്മാർ, അന്നത്തെ ജില്ലാ നേതാക്കന്മാരൊക്കെ പ്രതികളായിട്ടുണ്ടായിരുന്നില്ലേ? 65 പേര് പ്രതിയായിട്ടുള്ള കേസിൽ ഇവരെ ഒക്കെ വെറുതെ വിടുകയല്ലേ കോടതി ചെയ്തത്? രാഷ്ട്രീയ താല്പര്യത്തോടെ പ്രതിപ്പട്ടികയിൽ തിരികെ കയറ്റി കേസിന്റെ ഭാഗമായി പീഡിപ്പിക്കാൻ ഉദ്ദേശിച്ച പ്രതികളെയൊക്കെ കോടതി വെറുതെ വിട്ടു. എത്ര പേരെയാണ് ശിക്ഷിച്ചത്? അതിലേതെങ്കിലും പാർട്ടി നേതാവുണ്ടോ ശിക്ഷിച്ചത്? ഞങ്ങൾ അന്നും ഇന്നും പറഞ്ഞിട്ടുള്ളത് അന്വേഷണങ്ങൾ നേരായ വഴിയിൽ നടക്കണം. അന്ന് അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമായിരുന്നു. അതുകൊണ്ട് നേതാക്കന്മാരെ കൂടി പെടുത്തി കോടതിയിൽ ഉണ്ടായിരുന്നു. അത് വെറുതെ ശിക്ഷിക്കപ്പെട്ട പ്രതികളുണ്ടായിരുന്നു. ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രസിഡന്റായി വന്നവരൊക്കെ ശിക്ഷിക്കപ്പെട്ടവരാണ്. ഓക്കെ, അല്ല അത് നിങ്ങൾ വേറെ കേസല്ലേ പറയുന്നത്? ഓക്കെ, നമ്മളത് വേറൊരു ചർച്ചയിലേക്ക് പോകേണ്ടി വരും. ശ്രീ M. സ്വരാജ്, എന്തായാലും നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി. താങ്ക് യു ശ്രീ M. സ്വരാജ്.